ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത കോവയ്ക്ക 1/2 കിലോ, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് കോവയ്ക്കയുടെ 2 അറ്റവും കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിനെ 4 മുറിക്കണം. എന്നിട്ടിത് കൂട്ടി വെച്ച് ചെറുതായി അരിഞ്ഞെടുക്കണം. കോവയ്ക്ക ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്താൽ മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ അരിയാം, വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ അരിയാം. ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെറുതായിട്ട് മെഴുക്ക് പുരട്ടിക്ക് അരിയുന്നത്. കോവയ്ക്കയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞതും ചില്ലി ഫ്ലേക്സും കൂടി ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ മെഴുക്ക് പുരട്ടിക്ക് സ്വാദേറും. ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സവാളയും ചില്ലി ഫ്ലേക്സും കൂടി ഉള്ളത് ഇടാം. ഇത് സവാളയ്ക്ക് പകരം ചെറിയുള്ളിയും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ സവാള എടുക്കുന്നേ ഉള്ളൂ. ചെറിയുള്ളി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിലേക്ക് അല്പം വേപ്പില ഇടാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. സവാളയും വേപ്പിലയും മുളകും എല്ലാം ഒരുവിധം മുരിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ഇടാം. ഇനി കോവയ്ക്ക വേകുമ്പോൾ സവാളയും മുളകും എല്ലാം നല്ലതുപോലെ മുരിഞ്ഞോളും. അപ്പോൾ നല്ല ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് അല്പം കൂടെ ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 3 മിനിറ്റും കൂടെ വേവിക്കാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല, തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. സാധാരണ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ടേസ്റ്റാണ്. കാരണം ഉള്ളിയും ചതച്ച മുളകും കൂടി കല്ലിൽ കുത്തി ചതച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ മുരിഞ്ഞു വരുമ്പോൾ ടേസ്റ്റ് ഇരട്ടിയാവും. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.